എല്ലാവർക്കും നമസ്കാരം. ഡെയിലി കറണ്ട് അഫെയർ സെക്ഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ 18/4/2025 കറണ്ട് അഫെയർസ് ആണ് നോക്കാനായിട്ട് പോകുന്നത്. ഫസ്റ്റ് വൺ, ഈയിടെ മഹാത്മാഗാന്ധിയുടെ പ്രതിമ അനാവരണം ചെയ്ത രാജ്യം ഏതാണെന്നാണ്. ദക്ഷിണാഫ്രിക്കയാണ്. ദക്ഷിണാഫ്രിക്കയിലെ ഓറഞ്ച് ഫ്രീ സ്റ്റേറ്റ് എന്നറിയപ്പെടുന്ന പ്രവിശ്യയാണ് ഗാന്ധിയുടെ വെങ്കല പ്രതിമ സ്ഥാപിച്ചിട്ടുള്ളത്. പത്മഭൂഷൺ ജേതാവായിട്ടുള്ള റാം വി സുധറാണ് ഇതിൻ്റെ ശില്പി എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, രാജ്യത്ത് പട്ടികജാതികൾക്ക് ഉപസംവരണം നടപ്പിലാക്കുന്ന ആദ്യ സംസ്ഥാനം ഏതാണെന്നാണ്. അത് തെലങ്കാനയാണ്. ഓർത്തു വയ്ക്കുക, രാജ്യത്ത് പട്ടികജാതികൾക്ക് ഉപസംവരണം നടപ്പിലാക്കുന്ന സംസ്ഥാനം തെലങ്കാന. നെക്സ്റ്റ്, അടുത്തിടെ ഭാരതീയ സുഗന്ധവിള ഗവേഷണ സ്ഥാപനം പുറത്തിറക്കിയ മഞ്ഞൾ ഇനം ഏതാണെന്നാണ്. അത് IISR സൂര്യയാണ്. ഓർത്തു വയ്ക്കുക, സൂര്യ എന്നാണ് പേര്. IISR എന്നുള്ളത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസ് റിസർച്ച് എന്നതിൻ്റെ ചുരുക്കരൂപമാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ആസ്ഥാനം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ കോഴിക്കോടാണ്. അതുപോലെ സൂര്യ എന്ന പേരോർക്കുക. സൂര്യ എന്ന് പറഞ്ഞാൽ സൂര്യന് മഞ്ഞ നിറമാണ്, അതുപോലെ മഞ്ഞളിനും മഞ്ഞ നിറമാണ്. അപ്പോൾ സൂര്യ എന്ന് പറയുന്നത് മഞ്ഞൾ ഇനമാണെന്ന് കൂടി ഓർത്തു വയ്ക്കുക. ഇന്ന് ഏപ്രിൽ 18 ലോക പൈതൃക ദിനമാണ്. മറക്കരുത്, ഏപ്രിൽ 18 ലോക പൈതൃക ദിനം. നെക്സ്റ്റ് വൺ, സൗരയൂഥത്തിന് പുറത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രഹങ്ങളിൽ ജീവന് സാധ്യതയുണ്ടെന്ന് കാംബ്രിഡ്ജ് ഗവേഷകർ കണ്ടെത്തിയ ഗ്രഹം ഏതാണെന്നാണ്. K2-18b എന്ന് പറയുന്നതാണ് ഈ ഗ്രഹം. അപ്പോൾ ഓർത്തു വയ്ക്കുക, K2-18b എന്ന് പറയുന്ന ഗ്രഹത്തിലാണ് ജീവന് സാധ്യതയുണ്ട് എന്ന് പറയുന്നത്. പൂർണ്ണമായും AI സാങ്കേതിക വിദ്യയിലൂടെ നിർമ്മിച്ച ലോകത്തെ ആദ്യ സിനിമ ഏതാണെന്നാണ് അടുത്ത ചോദ്യം. അത് ലവ് യു എന്നാണ് അതിൻ്റെ പേര്. ഇതൊരു കന്നഡ സിനിമയാണെന്ന കാര്യം പ്രത്യേകം തന്നെ ഓർക്കുക. അതുപോലെ നരസിംഹമൂർത്തിയാണ് ഈ ഒരു പ്രണയകഥ സിനിമയാക്കിയിരിക്കുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്, ഒരിക്കൽ കൂടി പറയാം, ലോകത്തെ ആദ്യ AI സിനിമയാണ് ലവ് യു. അടുത്തത്, ദക്ഷിണേഷ്യയിലെ ആദ്യ സെമി ഓട്ടോമേറ്റഡ് തുറമുഖം ഏതാണെന്നാണ്. അത് നമ്മുടെ വിഴിഞ്ഞമാണ്. മെയ് 2 പ്രധാനമന്ത്രി ഈ ഒരു തുറമുഖം രാജ്യത്തിന് സമർപ്പിക്കുകയാണ്. 2028 ഇതിൻ്റെ പണി പൂർണ്ണമായിട്ടും കഴിയുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരം നമുക്ക് നോക്കാം. ഇന്ത്യയുടെ പ്രഥമ ഉപരാഷ്ട്രപതി ആരായിരുന്നു എന്നായിരുന്നു ഒന്നാമത്തെ ചോദ്യം. ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ്. രണ്ടാമത്തെ ചോദ്യം, സുപ്രീം കോടതിയുടെ എത്രാമത്തെ ചീഫ് ജസ്റ്റിസ് ആയാണ് ജസ്റ്റിസ് BR ഗവായ് നിയമിതനാകാൻ പോകുന്നത് എന്നതായിരുന്നു. ഉത്തരം ഓപ്ഷൻ ബി, 52ാമത്തെയാണ്. ഇനി ഇന്നത്തെ കറണ്ട് അഫെയറുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളിലേക്ക് പോകാം. ആദ്യത്തെ ചോദ്യം, പൂർണ്ണമായും AI നിർമ്മിച്ച ആദ്യ ചിത്രം ഏതാണ്? ഓപ്ഷൻ എ ലൂസിഫർ, ഓപ്ഷൻ ബി ലവ് ടുഡേ, ഓപ്ഷൻ സി ലവ് യു, ഓപ്ഷൻ ഡി ലവ് ഇൻ സിംഗപ്പൂർ. രണ്ടാമത്തെ ചോദ്യം, രാജ്യത്ത് പട്ടികജാതികൾക്ക് ഉപസംവരണം നടപ്പിലാക്കുന്ന ആദ്യ സംസ്ഥാനം ഏത്? ഓപ്ഷൻ എ കേരളം, ഓപ്ഷൻ ബി തെലങ്കാന, ഓപ്ഷൻ സി മഹാരാഷ്ട്ര, ഓപ്ഷൻ ഡി ഡൽഹി. അപ്പോൾ ഉത്തരങ്ങൾ കമൻറ്റ് ചെയ്യുക. എല്ലാവർക്കും താങ്ക് യു. അടുത്ത ദിവസം വീണ്ടും കാണാം.